ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ കിച്ചണൊക്കെ റീസെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ അവിടെ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത ദിവസം ചെയ്തൊരു വീഡിയോ ആണ് ഇത്. ഇതിന് തൊട്ട് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നതായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ വേറെ സ്പെഷ്യലായിട്ടൊന്നുമല്ല, നോർമൽ നാടൻ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ റെസിപ്പിയെല്ലാം ഏറെക്കുറെ ഞാൻ ഇതിന് തൊട്ട് മുമ്പ് കാണിച്ച ചിക്കൻ റോസ്റ്റ് പോലെ തന്നെയാണ്. വളരെ കോമൺ ആയിട്ട് എല്ലാവരും ഉണ്ടാക്കുന്ന നാടൻ ചിക്കൻ കറിയാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. അന്ന് കിച്ചൺ എല്ലാം ഒന്ന് റീസെറ്റ് ചെയ്തതിന് ശേഷം വെരി നെക്സ്റ്റ് ഡേ ആണ് ഞാനിത് കുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കിച്ചൺ എല്ലാം ഒന്ന് സെറ്റായി വരുന്നതിൻ്റെ ഒരു പ്രോബ്ലവും കാര്യങ്ങളും ഒക്കെ അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എല്ലാ സാധനങ്ങളും അറേഞ്ച്ഡ് ആയിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അമിഡ് ഓഫ് ഓൾ ദോസ് കെയോസ് ഐ ഷൂട്ടഡ് ദിസ് വീഡിയോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഈ വീഡിയോയിലുണ്ട്. പിന്നെ ഒരു കാര്യം, ഞാൻ ഇതിനകത്ത് വളരെ എല്ലാവർക്കും അറിയുന്ന ആ ഒരു നോർമൽ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊന്നും പ്രത്യേകിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ആർക്കും അറിയാത്തതുപോലെ പറഞ്ഞു തരുന്നൊന്നുമില്ല. പിന്നെ ഞാൻ കുക്കിങ്ങിൽ അത്ര പ്രോ ഒന്നുമല്ല, ഇഷ്ടമുള്ളത് കൊണ്ട് കുക്കിംഗ് റീസ്റ്റാർട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഇത് കാണുമ്പോൾ ഓർഡിനറി ആയിട്ടുള്ള എപ്പോഴും എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ കറി കാണുന്നതിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് കൗതുകമൊന്നും ഉണ്ടാകത്തില്ലല്ലോ, അല്ലെങ്കിൽ അതിനകത്ത് പ്രത്യേകിച്ച് ഒരു കണ്ടൻറ് വാല്യൂ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ ഞാൻ കരുതി ഈ വീഡിയോയിൽ നമുക്ക് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ആവാമെന്ന് കരുതി. ഞാനിപ്പോൾ ഒരുപാട് വീഡിയോസ് ഈ ചാനലിൽ ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തതല്ല. ഏകദേശം ഒരു 1.5 വർഷത്തിൽ കൂടുതലായി ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് കുറച്ച് നാൾ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ എൻ്റെ ചാനലിൽ പല കൈൻഡ് ഓഫ് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ പലപ്പോഴും ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം തോന്നാൻ സാധ്യതയുള്ളൊരു കാര്യമുണ്ട്, ആരാണ് ഈ ഞാൻ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഓർത്തു ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എൻ്റെ ഒരു സബീന സ്റ്റോറി ബുക്ക് എന്നാണ് ഞാൻ ഈ ചാനലിൻ്റെ പേര് പോലും ആദ്യം നൽകിയിരുന്നത്. ഇപ്പോഴും ഈ കണ്ടൻസ് എല്ലാം സ്റ്റോറി ടെല്ലിങ്ങിലൂടെ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നാണ് ഞാൻ പലപ്പോഴും വിചാരിക്കുന്നത്. പക്ഷേ പലതരത്തിലുള്ള കണ്ടൻറ്റ്, എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള മേഖലകളിൽ ഉള്ള പലതരത്തിലുള്ള കണ്ടൻറ്റുകൾ ഇത് ഈ ചാനലിൽ ഫിൽഡ് ആയിട്ടിരിക്കുന്നത് കാരണം നിങ്ങൾക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇത് ആരാണിത്, എന്താണിത്, ഇവരെന്താണ് പറയുന്നത്, ഇവർ എന്താണ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്നൊരു കൺഫ്യൂഷൻ സ്വാഭാവികമായിട്ടും ഈ കാണുന്ന എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ഞാൻ കരുതി എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ വോയിസ് ഓവർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്, ഇത് കാണുന്ന ഓഡിയൻസുമായിട്ട് കണക്റ്റ് ആവുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ ഇന്നത്തെ വോയിസ് ഓവർ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ ആരാണെന്ന് പറഞ്ഞുതരാം. എൻ്റെ പേര് ഡോക്ടർ സബീന സിദ്ദീഖ്. ബൈ പ്രൊഫഷൻ ഞാനൊരു ഡെൻറ്റിസ്റ്റാണ്. ബട്ട് ഐ എം നോട്ട് ജസ്റ്റ് എ ഡെൻറ്റിസ്റ്റ്. ഒരു ഡെൻറ്റിസ്റ്റ് എന്നതിനേക്കാൾ ഉപരി ഞാൻ വേറെ കുറേ കാര്യങ്ങളും കൂടിയാണ്. അങ്ങനെയുള്ള എൻ്റെ പല ഇൻട്രസ്റ്റുകളും എൻ്റെ പ്രൊഫഷണൽ കോണ്ടൻസും എല്ലാമാണ് ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡെൻറ്റിസ്റ്റ് അല്ലാതെ ഞാൻ എന്തൊക്കെയാണ് എന്ന് വെച്ചാൽ, ഞാനൊരു സിംഗിൾ മോമാണ്, ഒരു ഹെൽത്ത് കെയർ ഓൺട്രപ്രനറാണ്, ഒരു ക്ലിനിക് ഓണറാണ്, ഒരു സാരി ക്യൂറേറ്ററാണ്, ഇപ്പോൾ ഒരു കോണ്ടൻറ് ക്രിയേറ്ററാണ്. ഇതൊന്നും കൂടാതെ ഞാനൊരു സജീവ രാഷ്ട്രീയ പ്രവർത്തകയും കൂടെയാണ്. ഫേസ്ബുക്കിലൊക്കെ ഞാൻ രാഷ്ട്രീയം ഒരുപാട് ചർച്ച ചെയ്യാറും അത്തരത്തിലുള്ള പോസ്റ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് എഴുതാറുണ്ട്. പക്ഷേ യൂട്യൂബിലേക്ക് ഞാൻ രാഷ്ട്രീയം തൽക്കാലത്തേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ ഒരു ആവശ്യം വന്നാൽ മാത്രം ആ സമയത്ത് ആലോചിക്കാം അതിനെക്കുറിച്ച്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എൻ്റെ ഏരിയാസ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഇൻ അഡീഷൻ ടു ഓൾ ദീസ് തിങ്സ് ഞാനൊരു സ്റ്റുഡൻറ്റും കൂടിയാണ്, ഞാനൊരു MPA സ്റ്റുഡൻറ്റും കൂടിയാണ്. ഇത്രയൊക്കെയാണ് എൻ്റെ പ്രൊഫൈൽ എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.